ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് സൺഡേ ആണ്, രാവിലെ എഴുന്നേൽക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും സൺഡേ ഹോളിഡേ ആയിരിക്കും. പക്ഷേ എനിക്ക് സൺഡേ ഭയങ്കര വർക്കിംഗ് ആണ്. കാരണം എന്ന് വെച്ചാൽ സ്കൂളില്ലാത്ത ദിവസമാണ്. എന്നാൽ ഇന്ന് ജാനിമോക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ഉണർന്നിട്ടുണ്ട്. ഞാൻ ഉണർന്ന് അടുക്കളയിൽ വന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോഴേക്കിതാ എൻ്റെ പിന്നാലെ വേറൊരാളും കൂടെ ഉണർന്ന് വന്നിട്ടുണ്ട്. കരച്ചിലാണ്. ഇനിയിപ്പം ഇതൊരു പുത്തരിയൊന്നുമല്ല, അധിക ദിവസം ഇങ്ങനെ എഴുന്നേക്കും, സ്റ്റാൻഡിൽ അവിടെ അങ്ങ് ഇരുത്തും. ചിലപ്പോൾ ഇങ്ങനെ കരയുന്ന കണ്ടില്ലേ കരയുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് കണ്ണപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരച്ചിലങ്ങ് നിർത്തും. പക്ഷേ കണ്ടില്ലേ ദേഷ്യം വരുന്നത്, അവൻ ആ ഉറക്കത്തിൽ നിന്ന് വന്നതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും നൈസായിട്ട് സോപ്പിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കരച്ചിൽ മാറ്റണം. കാരണം എൻ്റെ പണിയൊക്കെ കഴിയണമെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കണം. അപ്പം അതിന് എന്തെങ്കിലും ഒരു ചപ്പടി വിദ്യ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കരയാൻ തുടങ്ങി. ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, എന്നാലും എനിക്ക് ദേഷ്യവും പിടിക്കുന്നുണ്ട്. പക്ഷെ ദേഷ്യമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, അവർ കുഞ്ഞല്ലേ. അപ്പോൾ അവരോട് എന്ത് ദേഷ്യം കാണിക്കാനാ. രാവിലെ അവരോടൊന്ന് അവരെ എടുത്ത് നടക്കണം എന്നുള്ളൊരിത്, അവനെ ഞാൻ എടുത്ത് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് മോളെ ചക്കോട്ട് ബസാറിൽ എത്തിക്കണം. ഡാൻസ് ക്ലാസ് 10 മണിക്ക് തുടങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നല്ല ക്യാരറ്റ് സേമിയൻ്റെ പാക്കറ്റ് ഉണ്ട് കുറച്ച്, അത് മതി. അതാകുമ്പം നമ്മുടെ ഏത്തപ്പഴം ഇല്ലേ, നേന്ത്രപ്പഴം, അതും കൂടെ നെയ്യിൽ വാട്ടിയെടുത്താൽ രണ്ടാളും കഴിച്ചോളും. അപ്പം അതിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് സോക്ക് ചെയ്യാൻ വെക്കാം. ഒരു 2-3 മിനിറ്റ് വെച്ച ശേഷം അത് മാറ്റിയെടുക്കാം. നല്ലോണം ഊറ്റിയെടുത്ത ശേഷം വേറെ ഒന്നിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് സമയം എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും എടുത്തു വെച്ചു. വീണ്ടും അവിടെ വെച്ചു. ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കുറച്ച് ഗോഷ്ഠികളും കാര്യങ്ങളൊക്കെയാണ്. ജാനി നല്ല ഉറക്കമാണ്. പുട്ടിനിടാൻ വേണ്ടി തേങ്ങ ചിരകിയെടുക്കണം. സ്റ്റാൻഡുമ്മൽ ഇരുത്തുന്നതുകൊണ്ട് കുട്ടി വീഴുന്നുള്ള ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പുട്ടിന് പാനിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഋതുട്ടനും കൂടി എന്നെ സഹായിക്കുന്നുണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവൻ ആ ഒരു പുട്ടും കുറ്റി ഇങ്ങനെ ആട്ടി നോക്കുകയാണ്. അതിൻ്റെ ഒരു സ്ക്രൂ ഇളകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചിക്കനും കൂടെ അവിടെ ഒന്ന് എല്ലാ മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ എടുത്ത് പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിനിടയിൽ അവന് ഒരു മൂർച്ചയൊന്നും ഇല്ലാത്തൊരു കത്തി ഉണ്ടായിരുന്നു, അത് എൻ്റെ കയ്യിൽ കൊടുത്തു. അതാകുമ്പോൾ അവിടെ അടങ്ങിയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ എന്താണ്, ഉള്ളിയും കൂടെ കൊടുത്തിട്ട് അതുകൊണ്ടിങ്ങനെ കളിച്ച് അവസാനം കണ്ണൊക്കെ എരിയുന്നുണ്ട്, എന്നാലും മുറിക്കണം എന്നൊക്കെയുള്ളൊരു ഭാവമാണ് അവന്. പിന്നെ ഞാനിങ്ങനെ സ്റ്റാൻഡ് മേലൊക്കെ അവൻ കൊച്ചായിരുന്നപ്പോഴേ ഇരുത്തി ശീലിപ്പിച്ചുകൊണ്ട് അവനങ്ങനെ വീഴും അങ്ങനെ ആവുന്നൊന്നും എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ശ്രദ്ധിക്കും. പിന്നെ അപ്പം നമുക്കിനി കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇതൊന്ന് ഒരു മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വിസിൽ വരുത്തിക്കാം. മുളക് പൊടിയും കൂടി ഇടുന്നില്ല. എന്നിട്ട് ഒരു 2 വിസിൽ വന്നോട്ടെ. അപ്പോൾ അതാകുമ്പോൾ മസാല നമ്മൾ വാട്ടി എടുക്കണ്ട. ഇനിയിപ്പോൾ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ 2 പേരും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം വാട്ടിയതും നമ്മുടെ ക്യാരറ്റ് സേമിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ഋതുട്ടിനെ വാരി കൊടുക്കേണ്ട. അവൻ സ്വന്തമായിട്ട് കഴിക്കും, പക്ഷെ ലേറ്റാവും, അതുകൊണ്ട് ഞാൻ അവന് വാരി കൊടുക്കുകയാണ്. ഇതിനിടയിൽ സിന്ധുച്ചിനെ വിളിച്ചു നോക്കി. അപ്പോൾ ഇവനെ സിന്ധുച്ചിൻ്റെ അടുത്ത് ആക്കണം മേലെയുള്ള വീട്ടിൽ. അപ്പോൾ ജാനിയും വാരി തിന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആ ചോറ് അടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. 2.5 ഗ്ലാസ് അരി എടുത്തിന് 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളവും ഞാനവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുക്കറിലേക്ക്. എല്ലാം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, കാരണം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയും ചെയ്തെടുക്കാം, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ എന്താ പറയുക, ചോറ് ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇടൂലേ, അതിന് വേണ്ടിയിട്ടാണ്, ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. പിന്നെ മുന്തിരി കൂടെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം.
അതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ പെരുംജീരകവും പിന്നെ പട്ടയും ഏലക്കായും പിന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഒരു 2.5 ഗ്ലാസ് അരിയില്ലേ അതും കൂടെ ഇട്ട് ഞാൻ നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതാകുമ്പം ചോറ് വെന്ത് കുഴഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ആക്കിയിട്ട് ഒരു 2 വിസിൽ വരാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെച്ച വിസിൽ വന്ന ഒരു ഉള്ളിയും തക്കാളിയും മസാലയില്ലേ അത് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് പൊരിച്ച ചിക്കൻ്റെ അതിലേക്കിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോയിട്ട് വരാം. അപ്പോഴേക്കും എല്ലാം ഒന്ന് ചോറൊക്കെ ഒന്ന് കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. മാറ്റി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഞാനും ജാനിയും കൂടെ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോഴേക്ക് സിന്ധേച്ചി വന്ന് ഋതുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരങ്ങ് പോയി. അതിനുശേഷം ഞങ്ങളുമെല്ലാം പോവാൻ ഇറങ്ങി. മഴയില്ലല്ലോ, മഴയില്ലാത്ത സമയമായതുകൊണ്ട് നേരത്തെ ഇറങ്ങി ഞങ്ങൾ. കറക്റ്റ് ആദ്യമൊക്കെ ഞങ്ങൾ ലേറ്റായിട്ടാണ് പോവുക. അപ്പോൾ ഇപ്പം ആതിര പറഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ എത്താൻ നോക്കുകയെന്ന്. അതുകൊണ്ട് മിസ്സ് നേരത്തെ എത്താൻ പറഞ്ഞിട്ട് ജാനിയും കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കോട്ടി ബസാറിലെത്തി. സ്റ്റെപ്പ് കയറി ജാനി ഭയങ്കര കാണിക്കുന്നു. നോക്കുമ്പോൾ ആരും എത്തിയിട്ടില്ല. പിന്നെ ഓരോരുത്തരായി വന്നു. അപ്പോൾ ഇവരെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2 ആഴ്ചയായി ഇപ്പോൾ ജാനി ലീവ്. അതിൻ്റേതായൊരു എന്താ പറയുക പ്രശ്നങ്ങളിൽ കാണുന്നുണ്ട്. കാരണം വരാത്ത സമയത്ത് എടുത്ത കാര്യങ്ങളൊന്നും പെട്ടെന്നങ്ങ് പിടുത്തം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്നാലും അതിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് വീണ്ടും ചെയ്യിച്ചിട്ട്. പക്ഷെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവൾ പ്രത്യേകം പറയുന്നുണ്ട്. നമ്മളെ വീട്ടിനടുത്ത് തന്നെയാണ് ഈ ഡാൻസ് ടീച്ചർ. അങ്ങനെ അത് കഴിഞ്ഞ് 1 മണിക്കൂറാണ് ക്ലാസ്. നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ഭയങ്കരമായ മഴ. അതുകൊണ്ട് കോട്ടൊന്നും ഇട്ടില്ല. വീട്ടിൽ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഡ്രസ്സും മാറ്റി കുക്കറാണ് തുറന്നു നോക്കിയത് എന്തായി എന്നുള്ള. ഇതിൽ നോക്കുമ്പോൾ ഒക്കെ സൂപ്പറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കാസറോളിലേക്ക് ഇട്ട് അതൊന്ന് ഭംഗിയാക്കി. അതായത് കുറച്ച് മല്ലിയിലയും പിന്നെ ഉള്ളിയും മറ്റേ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇല്ലേ അതൊക്കെ അതിലേക്ക് ഇട്ട് വെച്ച് മാറ്റി. ഞാനും ജാനിയും ഇങ്ങനത്തെ 12:45 ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് വിശക്കുന്നു. ഞാനും ജാനിയും ചോറ് കഴിച്ച് ഒരു 1:45 ഋതുട്ടനും എഴുന്നേറ്റ്. അപ്പം അവനും ചോറ് വാരിക്കൊടുത്ത് വൈകുന്നേരമായി. ഇനിയിപ്പം കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വീടൊന്ന് ക്ലീൻ ആക്കുകയാണ്. മുറ്റടിക്കാൻ നല്ല മഴയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഷീറ്റിട്ട് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാണ്. 2-3 ദിവസമായി മഴ ആയതുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങുകയും ക്ലീനാക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ സൈഡൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസത്തെ മുഴുവൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എപ്പോഴും എന്താ പറയുക കുറച്ചെന്തെങ്കിലും കാണിച്ചങ്ങ് പോകലല്ലേ. അപ്പം ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മുഴുവനായിട്ടും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പഠിപ്പിക്കൽ കാര്യങ്ങളൊക്കെയാണ്. ജാനിക്ക് കുറച്ച് നേരം അവളെ കൂടെ ഇരുന്ന് പഠിപ്പിച്ച് അതിനുശേഷം ഒരു 8:30 ഋതുട്ടനും വിശക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അവന് ഫുഡ് കൊടുത്തപ്പോൾ ഓളും വരുന്നു. ഞാനും കഴിച്ചു, പാത്രം കഴുകി. അതിനിടയിൽ ഞാൻ കുറച്ച് ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചു. നോക്കുമ്പോൾ അത് തിളച്ചോന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരനക്കവും ഇല്ല, ഗ്യാസ് തീർന്ന്. അപ്പം എമർജൻസി ലൈറ്റൊക്കെ ഇട്ട് ബാക്കിൽ വന്ന് ഗ്യാസ് വേറൊരു കുറ്റിയുണ്ട് അത് ഫിറ്റാക്കി വെച്ചു. അങ്ങനെ പിള്ളേർ ഉറങ്ങിപ്പോയാലോ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഋതുവിനെ പല്ല് തേപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊണ്ടുവന്നാണ് ഞങ്ങൾ ബാത്റൂമിൽ നിന്ന് പൊതുവേ തേക്കൽ. അപ്പോൾ ഇന്ന് അവനൊരു ഉറക്കം വരുന്ന പോലെ തോന്നിയപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പിന്നെ പല്ല് തേക്കാതെ ഉറങ്ങിപ്പോവില്ലേ. അപ്പോൾ ഇതാ വീണ്ടും കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഉറക്കമൊക്കെ വരുന്നതുകൊണ്ട് ജാനീൻ്റെ യൂണിഫോം അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് അയൺ ചെയ്യാൻ കഴിഞ്ഞ് താഴേക്ക് വന്ന് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കണം. ഇന്നെല്ലാം അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അലക്കൽ പിന്നെ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് അത് പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ 2 ആൾക്കാർ നൈറ്റിൽ നമ്മളെ വീഡിയോ കോൾ വിളിക്കും. ഒന്ന് അച്ഛനും ഒന്ന് രനിഷേട്ടനും.
അത് കഴിഞ്ഞ് പിള്ളേരെ ഉറക്കി ഞാനും ഉറങ്ങുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.